അനന്തമായ ഈ പ്രപഞ്ചത്തിൽ വിശപ്പിന് പല രൂപങ്ങളുണ്ട്. എന്നാൽ ഒരു പിഞ്ചു ബാലന്റെ വിശപ്പ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത ഒരു നിമിഷമുണ്ടായിരുന്നു. അഞ്ജനപുത്രനായ ആ ചെറിയ വാനരബാലൻ ആകാശത്തേക്ക് നോക്കി. അവിടെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ അവന് വെറും ഒരു പഴുത്ത ഫലമായിരുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിച്ച് വായുവിനേക്കാൾ വേഗത്തിൽ അവൻ കുതിച്ചു. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അവന് വഴിമാറി. അന്നേ ദിവസം സൂര്യനെ വിഴുങ്ങാനെത്തിയ രാഹു പോലും ഈ ബാലന്റെ കരുത്തിനു മുന്നിൽ ഭയന്നോടി. ദേവരാജനായ ഇന്ദ്രൻ തന്റെ ഐരാവത തടയാനെത്തുമ്പോഴേക്കും ആ ബാലൻ സൂര്യന് അരികിലെത്തിയിരുന്നു. പ്രപഞ്ചത്തിന്റെ ക്രമം തെറ്റാതിരിക്കാൻ ഇന്ദ്രൻ തന്റെ വജ്രായുധം പ്രയോഗിച്ചു. താടിയിൽ മുറിവേറ്റ ആ ബാലൻ ബോധരഹിതനായി വീണു. തന്റെ പുത്രന് നേരിട്ട ആപത്തിൽ കുപിതനായ വായുദേവൻ പ്രപഞ്ചത്തിലെ വായുസഞ്ചാരം സ്തംഭിപ്പിച്ചു. ഒടുവിൽ ജീവജാലങ്ങൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഒടുവിൽ ദേവന്മാർക്ക് ആ ബാലനു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഉൾപ്പെടെയുള്ള സകല ദേവന്മാരും ആ ബാലനെ അനുഗ്രഹിച്ചു. അഗ്നി അവനെ ദഹിപ്പിക്കില്ല, ജലം അവനെ മുക്കില്ല, കാലൻ പോലും അവനെ തൊടില്ല. താടിക്ക് മുറിവേറ്റവൻ എന്ന അർത്ഥത്തിൽ അവൻ ഹനുമാൻ എന്ന് വിളിക്കപ്പെട്ടു. കേവലം ഒരു വിശപ്പിൽ തുടങ്ങിയ ആ യാത്ര ലോകം കണ്ട ഏറ്റവും വലിയ ഭക്തന്റെയും വീരന്റെയും ജനനമായിരുന്നു.